കാർഷിക വൃത്തിയുടെ മേലാളന്മാരായി നിത്യവൃത്തിക്ക് വേണ്ടി കൃഷിയിറക്കുമ്പോഴും അധ്വാനത്തിന്റെ വിയർപ്പിൽ ശരീരം തളരുമ്പോഴും ഇവർ മറക്കുന്നില്ല. മരണശേഷവും പ്രകാശിക്കുന്ന കണ്ണുകൾ ഞങ്ങൾ നിങ്ങൾക്കായി വാഗ്ദാനം ചെയ്തിരിക്കുന്നുവെന്ന്. ഇത് ചെറുകുളത്തൂർ ഗ്രാമം. പ്രകാശിക്കുന്ന കണ്ണുകൾ ദാനം ചെയ്യാൻ വേണ്ടി തപസ്സിരിക്കുന്ന ഒരു കൂട്ടം പച്ച മനുഷ്യരുടെ നിഷ്കളങ്കമായ ഗ്രാമം. സർവോപരി ചാത്തുക്കുട്ടി മാസ്റ്ററുടെ സ്വന്തം ഗ്രാമം. ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം. 1996 പരിയങ്ങാട്ടെ KP ഗോവിന്ദൻകുട്ടി സ്മാരക വായനശാല പ്രവർത്തകരാണ് നേത്രദാന വിപ്ലവത്തിന് തുടക്കമിട്ടത്. ചെറുകുളത്തൂർ ഈസ്റ്റ് AUP സ്കൂളിൽ വെച്ച് നടന്ന ബോധവൽക്കരണ ക്ലാസ്സിൽ നിന്ന് തന്നെ 57 ആളുകൾ മരണശേഷം നേത്രം ദാനം ചെയ്യാൻ സമ്മതപത്രം നൽകി. ആവേശകരമായ ഈ തുടക്കത്തിന് പിന്നീട് ഒരിക്കൽ പോലും തിരിച്ചടിയേറ്റില്ല. പ്രമുഖ കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന VR ചാത്തുക്കുട്ടി മാസ്റ്ററുടെ നേത്രമാണ് ചെറുകുളത്തൂർ ഗ്രാമത്തിൽ നിന്നും ആദ്യമായി ദാനം ചെയ്യപ്പെട്ടത്. 2003 ഫെബ്രുവരി 13 പ്രശസ്ത സാഹിത്യകാരൻ MT വാസുദേവൻ നായർ ചെറുകുളത്തൂർ ഗ്രാമത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമമായി പ്രഖ്യാപിച്ചത്. 2003 ഫെബ്രുവരി 13 നേത്രദാന ഗ്രാമ പ്രഖ്യാപനം എന്നുള്ള ഒരു രീതിയിലേക്ക് ഈ കമ്മിറ്റി പ്രവർത്തനങ്ങൾ നീങ്ങി. നിരന്തരമായി ആളുകളെ സമീപിക്കുകയും ഈ ഗ്രാമത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും നേത്രദാനത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസുകൾ വിവിധ ഡോക്ടർമാരെ വെച്ച് സംഘടിപ്പിച്ചു. അങ്ങനെ ബോധവൽക്കരണത്തിലൂടെ ആളുകളെ ഇത് തയ്യാറാക്കുന്ന രീതിയിലേക്ക് വന്നു. 1600ഓളം ആളുകളുടെ സമ്മതപത്രം നമ്മൾ ശേഖരിക്കുകയും ഈ ഫെബ്രുവരി 13 നടന്നിട്ടുള്ള നേത്രദാന ഗ്രാമ പ്രഖ്യാപനത്തിൽ 1600 സമ്മതപത്രവും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നേത്ര ബാങ്കിന്റെ അധികൃതരെ ഏൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ 1600ഓളം സമ്മതപത്രങ്ങൾ ഈ ഗ്രാമത്തിൽ നിന്ന് ശേഖരിച്ച് ഏൽപ്പിച്ചു. അതിനുശേഷമാണ് വിപുലമായ രീതിയിലേക്ക് ഇത് പ്രായോഗിക പ്രവർത്തനം എന്നുള്ള നിലയിൽ ഈ ഗ്രാമത്തിലെ ഓരോ മനുഷ്യരും ഇതിൽ പങ്കാളിയാവും എന്ന് നേത്രദാന ഗ്രാമ പ്രഖ്യാപനത്തിൽ വെച്ച് പ്രതിജ്ഞ ചെയ്തു. നേത്രദാന ഗ്രാമ പ്രഖ്യാപനം നടത്തിയത് നമ്മുടെ വിഖ്യാതനായ എഴുത്തുകാരൻ ശ്രീ MT വാസുദേവൻ നായരാണ്. അദ്ദേഹം നേരത്തെ നേത്രദാന ട്രസ്റ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരു സാഹിത്യകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹമാണ് ഇവിടെ നേത്രദാന ഗ്രാമ പ്രഖ്യാപനം നടത്തിയത്. ഒന്നടങ്കം ഈ നേത്രദാനം ഗ്രാമമാക്കി ഇതിനെ പ്രഖ്യാപിക്കും, അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. അതിനുശേഷം ഇന്ന് വരെയുള്ള ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ പ്രദേശത്ത് നിന്ന് 39ഓളം ആളുകളുടെ കണ്ണുകൾ ദാനം ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുവഴി 77 ആളുകൾക്ക് കാഴ്ച നൽകാനും സാധിച്ചിട്ടുണ്ട്. പെരുവയൽ പഞ്ചായത്തിലെ 4, 5, 6 വാർഡുകളുടെ പ്രധാന കേന്ദ്രമായ ചെറുകുളത്തൂരിൽ നിന്നും അന്ന് 450ഓളം കുടുംബങ്ങളിൽ നിന്നായി 1600ഓളം പേർ പൂർണ്ണ സമ്മതത്തോടെ തങ്ങളുടെ കണ്ണുകൾ മരണശേഷം ദാനം ചെയ്യാമെന്ന് സമ്മതപത്രത്തിൽ ഒപ്പുവെച്ചു. സമ്പൂർണ്ണ നേത്രദാന ഗ്രാമമായി ചെറുകുളത്തൂരിനെ പ്രഖ്യാപിച്ച ശേഷം ആദ്യമായി ദാനം ചെയ്യപ്പെട്ടത് ഒറ്റക്കണ്ടത്തിൽ പെണ്ണക്കയുടെ നേത്രങ്ങളായിരുന്നു. മരണശേഷം മണ്ണടിഞ്ഞു പോയേക്കാമായിരുന്ന കണ്ണുകൾ തുടിക്കുന്ന ഹൃദയത്തെ പേർന്ന് മനുഷ്യ ശരീരത്തിലിരുന്ന് പ്രകാശം ചൊരിയുമ്പോഴും അവർ ചെറുകുളത്തുകാർ അഭിമാനത്തോടെ പറയുന്നു, ഇനിയും ഞങ്ങൾ ഒട്ടേറെ പേരുണ്ട് ദാനത്തിന് തയ്യാറായി.